ആദ്യമേ എല്ലാവരോടും പ്രസംഗിച്ച് വലിയ പരിചയമൊന്നുമില്ല. മുന്നേ ഇതല്ലേല്ലോ പണിൻ്റെ. പക്ഷെ ഈ വേദിയിലിരിക്കുന്ന മഹത് വ്യക്തികളോട് അതിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു മനുഷ്യനും വേണ്ടിയിട്ട് ഇവിടെ എത്തിയ ഈ നാട്ടുകാരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഈ അതിമനോഹരമായ നാട്ടിൽ നല്ലൊരു വളർച്ചയിൽ പോണ ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനോടും നന്ദി അറിയിക്കുകയാണ്. നമ്മളെപ്പോലത്തെ ആളുകളെ നിങ്ങൾ ഒരു ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അടിപൊളിയാണ് ഈ നാട്. ഇങ്ങനെ വേണം, മനുഷ്യരായ ഇങ്ങനെ വേണം, ചേർത്ത് പിടിക്കണം. നമ്മളതാണല്ലോ പറയുന്നത് എല്ലാവരോടും. എന്ത് രസമുണ്ട്, എനിക്ക് എത്ര സന്തോഷമുണ്ട്. എനിക്ക് കിട്ടിയ സമ്മാനം ആദരവിനേക്കാളും കൂടുതൽ ഇവിടെയുള്ള ഓരോ സാധാരണക്കാരനും ഒരു ആദരവ് കിട്ടുമ്പോൾ എനിക്കൊരു രോമാഞ്ചം തോന്നിപ്പോയി. ഞാൻ നേതാക്കന്മാരെ ഞാൻ ഒരുപാട് അഭിനന്ദിച്ച് അവർക്ക് നന്ദി അറിയിച്ച് ഒക്കെ കഴിഞ്ഞു. അവർ ചെയ്യേണ്ട ജോലികളെയും അത് വൃത്തിയായിട്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഓരോ ജോലി ചെയ്ത്. പക്ഷെ ഈ മനുഷ്യന്മാർ ഈ ചുവപ്പും നീലയും മഞ്ഞയും ജയിച്ചിട്ടിട്ട് അവിടെ വന്ന രംഗം അതും മറക്കാൻ പറ്റാത്തൊരു സമയം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ചെറിയ സമയം മതി വിജയിക്കാൻ. വിജയിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ കൂടെ ഉണ്ടാവും. ഈ വിജയിക്കുന്നതിന്റെ മുമ്പേ ഉള്ള ഒരു സ്ട്രഗിൾ സമയമുണ്ട്, അതൊരു ഭയങ്കര വലിയ സമയമാണ്. മാനക്കേട്, പരീക്ഷണം, മർദ്ദനം, അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ ഇതിന്റെ പിന്നിൽ, വിജയത്തിന്റെ പിന്നിലുണ്ട്. ആ സമയത്ത് ആരാണോ കൂടെ നമ്മൾ ചേർത്ത് പിടിച്ച് പോലെ നമ്മൾ കൈവിടാൻ പാടില്ല. ഞാൻ ഇന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ ഇന്റെ ഒരു മോശം സമയത്ത് എന്റെ കൂടെ ശിരൂരിൽ എനിക്കൊരു കവചമായിട്ട് നിന്ന ഒരു നാടിനെ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ മനുഷ്യനായിട്ട് കാര്യമില്ലല്ലോ. ഇതൊരു ചരിത്രം. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഞാൻ ഈ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിന്റെ മുന്നിൽ പലതും തെളിയിച്ചു കഴിഞ്ഞു. ഈ ഒരു വിഷയത്തിലൂടെ ഒരു സാധാരണ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ആ ആളുടെ പിന്നിൽ സകല ആളുകളും അണിചേരുന്ന ഒരുപാട് ആളുകളെ ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയമാണിത്. നമ്മൾ ഈ വിഷയത്തിൽ ഞാൻ പറയുന്ന 4 കാര്യങ്ങൾ നമ്മൾ ഇതിൽ സമൂഹത്തിന് കാണിച്ചു കൊടുത്തു. അതിൽ ഫസ്റ്റ് കാര്യം, നമ്മൾ ഒരുപാട് വിഘടിച്ച് നിൽക്കുന്ന ഒരു സമൂഹമാണെന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ ഇതിലൊന്നും ആദ്യം ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ എൻ്റെ കച്ചവടവും കാര്യങ്ങളായിട്ട് പോവുകയായിരുന്നു. ഇതിലിറങ്ങിയപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ മതങ്ങളെ വേർതിരിച്ച് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കച്ചറ കൂടുന്ന ഒരു അതപ്പതിച്ച ഒരു സമൂഹമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് തന്നെ നോക്കുമ്പോൾ മനസ്സിലായി, എന്താ ഇത് എവിടെയും കൊണ്ട് ഒരു എന്താ പറയാ ഉണ്ടാക്കുന്ന ഒരു വർഗീയത. നല്ലത് ചെയ്താലും വർഗീയത, എന്ത് ചെയ്താലും വർഗീയത. ഇങ്ങനെയുള്ള ഒരു ദീനെ നമ്മൾ മാറ്റി നമ്മളൊരു സന്ദേശം പേർക്ക് കൊടുത്ത് ഒരു അർജുന്, ഒരു മനാഫ്, അങ്ങനെയുള്ള കുറേ ആളുകൾ കൂടെ ഉണ്ട്. നമ്മൾ കൂട്ടായി പ്രയത്നിച്ചിട്ടാണ് ഈ ഒരു വിജയം സ്വന്തമാക്കിയത്. ഇതിന് വിജയം എന്നേ ഞാൻ പറയുള്ളൂ. ഒരു സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഭരണകൂടത്തിന്റെ അടുത്തുനിന്ന്
നമ്മള് എല്ലാരും പറഞ്ഞ് അസാധ്യമായ ഒരു കാര്യം, ഈ അസാധ്യമായ കാര്യത്തിന് നമ്മൾ സാധിച്ചു കാണിച്ചു കൊടുത്തു. അതാരാ? വലിയ പവറുള്ള ആൾക്കാരൊന്നല്ലേ നമ്മള്, സാധാരണക്കാരായ ഈ മുക്കത്തുള്ള ഈ ആളുകളും ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതാ അവിടെ ഇരിക്കുന്നത് എന്റെ രേവത് ബാബു 10-70 ദിവസം ഓനൊക്കെ നിന്ന് ഷോപ്പ് കണ്ടിരിക്കണം. നിങ്ങള് നിലത്ത് കിടന്നുറങ്ങി ജീവിച്ചതാ 72 ദിവസം. അപ്പൊ അങ്ങനെയുള്ള ആളുകളുള്ള നാട്ടിലാണ് നമ്മളുള്ളത്. അപ്പൊ ഇതൊക്കെ ഒരു മതസൗഹാർദ്ദം, സാഹോദര്യം, അതിപ്പോ ആരെന്നില്ല, ആരായാലും ഇപ്പൊ ഈ മുക്കത്തുനിന്ന് വന്ന ആളുകൾക്ക് അർജുനാരാ മനാഫ് പണിയെടുക്കുന്നത് മനാഫിന്റെ ഒരു സ്റ്റാഫിനും വേണ്ടിയിട്ടാണ്. ഈ മുക്കത്തുള്ളവർക്ക് എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? ബസ്സും വിളിച്ച് വലിയ ബോട്ടൊക്കെ ആയിട്ട് വന്ന്. അതാണ് മനുഷ്യത്വം. നമ്മളത് ഈ ഇന്ത്യയിലും ലോകത്തുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കും. മലയാളികൾ മനുഷ്യത്തുള്ള ആളുകളാണ്. രണ്ടാമത് ഒരു വലിയൊരു സംഭവമാണ്. പക്ഷെ വാക്ക് എന്ന് പറഞ്ഞ ചെറിയൊരു വാക്കാണ്. അതായത് ഒരു പ്രോമിസ്, വാക്ക്, ഒരാൾക്ക് വാക്ക് കൊടുക്കുന്നത് ചെറിയ രസമുള്ള ഒരു ചെറിയൊരു വേർഡാണ്, 2 അക്ഷരത്തിൽ ഒതുക്കുന്ന ഒരു വേർഡാണ്. പക്ഷെ ഈ വാക്ക് എന്ന് പറഞ്ഞ വേർഡിന്റെ പവർ അറിയോ? 72 ദിവസം കൊണ്ട് ഞാൻ സ്വീപ്പായി പോയിക്കുന്നു ആ വേർഡിനെ കൊണ്ട്. ഒരു വാക്ക് കൊടുത്തതിന്റെ പേരിൽ മനുഷ്യന്റെ ജീവിതം മുഴുവൻ ഞാൻ തുലാസ് തൂക്കിക്കുന്നു. പക്ഷെ കൊടുത്ത സാധനം അത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വാക്ക് എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിക്കരുത്. ഒരാൾക്ക് പ്രോമിസ് കൊടുക്കരുത്. ഞാൻ പ്രത്യേകിച്ച് മക്കളോടാണ് ഈ സംസാരിക്കാൻ ഉദ്ദേശിച്ചതും വന്നതും. നമ്മളൊരു വാക്ക് കൊടുത്ത് അത് ഞാൻ ഒരാള് മാത്രമല്ല, എന്റെ ടീമുള്ള മുക്കത്തുള്ള ആള് അടക്കമുള്ള ആളുകൾ, നമ്മളൊക്കെ ഒരു ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളുകളാണ്. നമ്മൾ ടീമൊക്കെ ഉണ്ടാക്കി സേവ് അർജുൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്ത വാക്ക് നമ്മൾ നിറവേറ്റി. അതിന്റെ പിന്നില് നഷ്ടങ്ങളുടെ കണക്ക് പറയേണ്ട ആവശ്യമില്ല. അത്രമാത്രം നഷ്ടങ്ങൾ ഉണ്ടായി. ഞാൻ ഇതിനെക്കാളും കുറച്ചും കൂടി ഗ്ലാമറുള്ള ആളായിട്ടോ. അവിടുത്തെ വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ ആയിപ്പോയത്. മൂന്നാമത് കുടുംബ ബന്ധം ഒരു പ്രതിസന്ധി. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കും ആ ദിവസം ഞാൻ പോകുമ്പോ ആദ്യ ദിവസം എന്റെ കൂടെ സ്ഥാപനം കൂട്ടിയിട്ട് വന്ന ആളുകളാണ് ഇപ്പൊ ലാസ്റ്റ് ആദരിച്ച അലിഫ് നിഷാം, അബ്ദുൽ വാലി എന്നൊക്കെ പറഞ്ഞ ആളുകൾ. അങ്ങനെ കുറെ എണ്ണം. അതായത് ഒരു പ്രശ്നം വരുമ്പോ ഇപ്പത്തെ കാലത്ത് നമ്മള് അണുകുടുംബമായിട്ടും ഇതായിട്ടും ഓന്റെ പ്രശ്നവും ഓനെന്താ ആയിക്കോട്ടെ, നമ്മളെ എളാപ്പന്റെ മോനല്ലേ മൂത്താപ്പന്റെ മോനല്ലേ അങ്ങനെ പറഞ്ഞ് നമ്മൾ വിഘടിച്ച് നിൽക്കണോടത്ത് ഒരു കുടുംബം മൊത്തം എന്റെ പിന്നിൽ നിൽക്കുകയാണ്. അത് ഇന്നലെ എനിക്കുണ്ടായ പ്രശ്നം ആയിക്കോട്ടെ, സ്റ്റാർട്ടിങ് മുതൽ എന്തിനും. അല്ലാതെ ഈ സാധാരണക്കാരന് 1 കോടി ഉറുപ്പിന്റെ ഡെഡ്ജർ കൊടുക്കാന്ന് ചങ്കൂറ്റത്തോട് കൂടി പറയണമെങ്കിൽ പിന്നിലൊരു കുടുംബമുണ്ട്. ധൈര്യത്തിൽ പറയാ, സപ്പോർട്ട്, ഒരു കുടുംബ സപ്പോർട്ട് എപ്പോഴും. നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും വരുന്ന സമയത്ത് അത് നിങ്ങളെ കുടുംബത്തിലെ അംഗത്തിന് എന്താക്കണോ ഓടി ചേർത്ത് പിടിച്ചാല് എന്ത് മനോഹരം ഉണ്ടാവും അറിയോ കുടുംബ ബന്ധങ്ങൾ. നമ്മള് അവിടെ അതും സാധിച്ചു. നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ അറിയപ്പെടുക ലോറി ഉടമ മനാപ്പുന്ന. ഉടമ എന്ന് പറയുമ്പോ നമ്മളെ കൂടെയുള്ള തൊഴിലാളിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അതിന്റെ ഉടമക്കുണ്ട്. ആദ്യം ഉടമക്ക് മനസ്സിലാവണം ഈ തൊഴിലാളിയാണ് വീട്ടില് ഞമ്മക്ക് ചിക്കനും കഞ്ഞിയും ഒക്കെ ഉണ്ടാക്കി തരുന്നത് ഈ തൊഴിലാളികൾ ജോലി ചെയ്തിട്ടാണെന്ന് ഉടമക്ക് ബോധ്യം ഉണ്ടാവണം. ഈ ഉടമക്ക് ആ ബോധ്യമുണ്ട്. ഞാന് ജീവിച്ചത് ജോലിക്കാരെ കൊണ്ടാ. അപ്പം തിരിച്ച് ഒരു ജോലിക്കാരന് ഒരു ആപത്ത് വരുമ്പോ നിക്കണം. അപ്പൊ ഞാൻ ഒന്ന് കാണിച്ചു കൊടുത്ത്, പിന്നെ പറയാനാണെങ്കിൽ
ഒരു കാര്യം കൂടി പറയാനുണ്ട്. ചെയ്തതിന് നന്ദി പ്രതീക്ഷിക്കരുത്. നിങ്ങൾ നന്ദി പ്രതീക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിഷമം ഉണ്ടാവും. ഞാൻ ഈ വിഷയത്തിൽ ഒരു നന്ദിയും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ചെയ്യേണ്ട കടമ വൃത്തിയായിട്ട് ഞാൻ ചെയ്ത് അതെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഞാൻ എൻ്റെ കൂടെയുള്ള ആളുകളെ എന്നെ അടുത്തറിഞ്ഞാൽ 1 മണിക്കൂർ എൻ്റെ കൂടെ ജീവിച്ചാൽ മതി, ഞാൻ ആരാ അറിയും. അപ്പം എല്ലാവരോടും നന്ദി പ്രതീക്ഷിക്കാതെ നല്ല പ്രവർത്തികൾ ചെയ്യുക. ഇതേമായിട്ട് ഒരു സുന്ദരമായ നാട്ടിൽ ഞാൻ വന്നതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. തീർച്ചയായിട്ടും ചില വിഷയങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് ആരെയും വിഷമിപ്പിക്കരുതെന്ന് വിചാരിച്ച് മിണ്ടാതെ നിൽക്കുക, സ്നേഹം കൊടുക്കുക. ആര് പിണങ്ങിയാലും നമ്മൾ കൊത്തിപ്പിടിച്ച ആളാണ്. നമ്മൾ കൊത്തിപ്പിടിച്ച് വിചാരിച്ചിട്ട് നമ്മൾ താങ്ങൂല. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. നമ്മക്കെന്ത്, നമ്മൾ അപമാനം സഹിച്ചിട്ടല്ലേ ഇവിടെ എത്തിയത്. അങ്ങനെ ചിന്തിച്ചാൽ മതി എല്ലാവരും. നമ്മൾ ഒരാളെ മുന്നിൽ താന്ന് വിചാരിച്ചിട്ട് നമുക്കൊന്നും പോകാനില്ല. ചെയ്ത കാര്യങ്ങൾ അറിയപ്പെടണമെന്നും ആഗ്രഹമില്ല. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്നോട് പറഞ്ഞ് ഇനി മുതൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്താ പറഞ്ഞ അംഗീകാരങ്ങൾ വാങ്ങാൻ പോകരുത്. ഞാൻ ഇനി പോണോ പോണ്ടേ ഒന്ന് പറയണേ. പോണെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ കുറേ എണ്ണം വിഘടിച്ച് കിടക്കുന്നുണ്ട്. ഒന്ന് ഉള്ളു എല്ലാത്തിൻ്റെതും മലിനമായിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. ആരെങ്കിലും ഒന്ന് നന്നാക്കണ്ടേ. തൽക്കാലം ഞാൻ എൻ്റെ പണിയൊക്കെ ഒഴിവാക്കി കുറച്ച് ആ പണി കൊടുത്താൽ കുഴപ്പമില്ലല്ലോ. എനിക്കിപ്പോൾ ഈ ഒരു ഷോളും ഒരു ഇതും അതിനല്ല എനിക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു വേദി തന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാലം കൊണ്ട് കുറച്ചാളെങ്കിലും നന്നാക്കി എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, കൂടെ നിന്നാൽ. ഓക്കെ, എല്ലാവരും നന്ദി, നമസ്കാരം.